ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി ഇടപെടലിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി പൂരാഘോഷ കമ്മിറ്റികൾ. നാട്ടാനകളുടെ സംരക്ഷണം സംബന്ധിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തുന്ന ഇടപെടലുകളിൽ അതൃപ്തി അറിയിച്ചുകൊണ്ടാണ് പരാതി. ശ്രീകാന്ത് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീകാന്ത്, എന്താണ് ഈ പൂരാഘോഷ കമ്മിറ്റികൾ ചീഫ് ജസ്റ്റിസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്? ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ക്ഷേത്രോത്സവ കോർഡിനേഷൻ കമ്മിറ്റി, ഈ വിവിധ ക്ഷേത്രങ്ങളിലെ പൂരങ്ങൾ നടത്തുന്ന കമ്മിറ്റികളാണ്. അവർ ചേർന്നൊരു നിവേദനം, ഒരു പരാതി ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന് നൽകിയിരിക്കുകയാണ്. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ച് അവർ പുറപ്പെടുവിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾക്കെതിരെയാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് നൽകിയ നിവേദനത്തിൽ പറയുന്നത് മതപരമായ ആചാരങ്ങളിൽ ഡിവിഷൻ ബെഞ്ച് കടന്നു കയറുന്നു എന്നുള്ളതാണ്. ഡിവിഷൻ ബെഞ്ച് പുനഃസംഘടിപ്പിക്കണം എന്നും ചീഫ് ജസ്റ്റിസിനോട് ഈ കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ചിന്റെ എല്ലാ ഉത്തരവുകളും പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് ആവശ്യം. നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷത ഉറപ്പാക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. ഡിവിഷൻ ബെഞ്ച് മാർഗനിർദ്ദേശങ്ങൾ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഡിവിഷൻ ബെഞ്ചിന്റെ നീക്കങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കുന്നതാണ് എന്ന ആക്ഷേപവുമുണ്ട്. സ്വമേധയാ എടുത്ത കേസിൽ ദൈനംദിനം എന്നോണം ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കുന്നു. കേസിലെ ഒരു കക്ഷിയും വിധി പറയുന്നയാളും ഡിവിഷൻ ബെഞ്ച് തന്നെയാകുമ്പോൾ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള പുതിയ ഡെവലപ്മെന്റ്സ് ആണ് ശ്രീകാന്ത് നൽകിയത്.